In picture, two vertices of a triangle are joined to its incenter. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് മൂലകൾ ഇൻസെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. കാൽക്കുലേറ്റ് ദ മാർക്ക്ഡ് ആംഗിൾ ഇൻ ദ പിക്ചർ. മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിന്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ആംഗിൾ 70 ഡിഗ്രിയും തന്നിരിക്കുന്നു. ട്രയാങ്കിളിന്റെ പേര് കൊടുക്കുകയാണ് ABC. സെൻട്രലിലെ പോയിന്റ് O എന്നും കൊടുത്തു. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ A is equal to 70, ആംഗിൾ B, ഇതിൻ്റെ ഈ ബിയുടെ ബൈസെക്ടർ ആണിത്, അതുകൊണ്ട് ഈ ആംഗിൾ എക്സ് എന്ന് എടുത്തു. അപ്പം ഇതും എക്സ് തന്നെയായിരിക്കും. ആംഗിൾ സി യുടെ ബൈസെക്ട് ചെയ്തിരിക്കുന്നു, അപ്പോൾ ഇത് വൈ എന്നെടുത്തു. അപ്പോൾ ഈ ആംഗിൾ ബി മൊത്തം 2x ആണ്. ആംഗിൾ ബി is equal to 2x, ആംഗിൾ സി is equal to 2y. ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത്, ആ ട്രയാങ്കിളിനകത്ത് 2x പ്ലസ് 2y പ്ലസ് 70 is equal to 180. ഇത് മൂന്നും കൂടെ കൂട്ടും 180 ആണ്. അപ്പോൾ നമുക്ക് 2 കോമൺ ആയിട്ട്, ഇതിനകത്ത് രണ്ടും 2 കോമൺ ആയിട്ട് എടുത്ത് 2 into x plus y is equal to 180 minus 70. 2 into x plus y is equal to 110 degree. x plus y is equal to 110 by 2 is equal to x plus y is equal to 55 degree. x plus y എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണ്. ഇൻ ട്രയാങ്കിൾ BOC എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് എക്സ് പ്ലസ് വൈ പ്ലസ് ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് 55 എന്ന് കൊടുക്കാം. 55 പ്ലസ് ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. അപ്പോൾ BOC എന്ന് പറയുന്ന ഈ മാർക്ക് ഇരിക്കുന്ന ആംഗിൾ 125 ഡിഗ്രിയാണ്. അപ്പോൾ അത് തന്നെ ചോദ്യം. ഇൻ ദ പിക്ചർ ടു വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ ജോയിൻ ടു ഇൻ സെന്റർ. രണ്ടാമതാണ് ഇൻ എനി ട്രയാങ്കിൾ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ the angle at a vertex and the angle between the lines joining the other two vertices of the incenter. അതായത് ഈ മൂലയ്ക്കും ഇവിടെയും വരുന്ന ആംഗിൾ തമ്മിലുള്ള എല്ലാ ട്രയാങ്കിളിനുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ട്രയാങ്കിൾ ABC ആംഗിൾ A is equal to 2z. ഈ ആംഗിൾ ഇതെല്ലാം 2x ആണ്, ഇത് 2z എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ആംഗിൾ B 2x ഉണ്ട്, ആംഗിൾ C 2y ഉണ്ട്. അപ്പോൾ 2x പ്ലസ് 2y പ്ലസ് 2z is equal to 180. 2 കോമൺ ആയിട്ട് എടുത്താൽ 2 into x plus y plus z is equal to 180. അപ്പോൾ x plus y plus z is equal to 180 by 2 is equal to 90 ആണ്. അങ്ങനെയാണെങ്കിൽ x plus y is equal to 90 minus z ആണ്. അപ്പോൾ x plus y is equal to 90 minus z. ഇൻ ട്രയാങ്കിൾ BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ ആംഗിൾ x plus y plus angle BOC is equal to 180. അപ്പം എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് 90 മൈനസ് z എന്ന് കൊടുത്താൽ 90 മൈനസ് z പ്ലസ് ആംഗിൾ BOC is equal to 180 ഡിഗ്രി. ആംഗിൾ BOC is equal to 180 മൈനസ് 90 പ്ലസ് z. 180 90 പോയാൽ 90 പ്ലസ് z എന്ന് വരും. ആംഗിൾ BOC is equal to 90 പ്ലസ് z. z എന്ന് പറഞ്ഞാൽ എയുടെ പകുതിയാണ്. എ എന്ന് പറഞ്ഞാൽ z എയുടെ പകുതിയാണ്. അപ്പോൾ ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 90 പ്ലസ് എ ബൈ 2. അപ്പോൾ ആംഗിൾ BOCയുടെ അളവ് 90 പ്ലസ് എ ബൈ 2 ആണ്. അടുത്തത് മൂന്നാമത്തത് ഇൻ വൺ ഓഫ് ദിസ് ആംഗിൾസ് ഈസ് ഹാഫ് ദ അതർ. അതായത് ഈ ആംഗിൾ ഇതിൻ്റെ പകുതിയായാൽ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ ട്രയാംഗിൾ. ഈ ട്രയാംഗിളിൻ്റെ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വൺ ഓഫ് ദ ആംഗിൾ ഈസ് ഹാഫ് ദ അതർ നോക്കാം. നമുക്ക് ആംഗിൾ A is equal to 2z എന്ന് എടുക്കാം. 2z is equal to BOC by 2. ആംഗിൾ A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയായിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOC is equal to 4z. നമുക്കറിയാം ആംഗിൾ BOC is equal to ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ 90 പ്ലസ് എ ബൈ 2 ഇതിൻ്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയതാണ്. ആംഗിൾ BOC is equal to 90 പ്ലസ് എ ബൈ 2. അപ്പോൾ ആംഗിൾ BOC is equal to 90 പ്ലസ് എ ബൈ 2 ആണ്. അപ്പോൾ ആംഗിൾ BOCയുടെ സ്ഥാനത്ത് 4z എന്ന് കൊടുത്തു. 90 പ്ലസ് എ ബൈ 2, എയുടെ പകുതി, എ 2z ആണ്. അപ്പോൾ 90 പ്ലസ് എ ബൈ 2 90 പ്ലസ് z എന്ന് കൊടുക്കാം.
അപ്പം 4z മൈനസ് z ഈസ് ഈക്വൽ ടു 90. ഈ z ഇങ്ങോട്ട് എടുത്താൽ 4z മൈനസ് z ഈസ് ഈക്വൽ ടു 90. 3z ഈസ് ഈക്വൽ ടു 90. 4z ഇന്ന് z പോയാൽ 3z ഈസ് ഈക്വൽ ടു 90. 90/3 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 2z ആണ്. അപ്പോൾ 2 × 30 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയാണ് എയുടെ അളവ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി.